അതോടൊപ്പം തന്നെ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ആളുകളാണ് ഇവിടെ കളിച്ചത്. ഇപ്പോൾ 7 അല്ലെങ്കിൽ 6 പഠിക്കുന്ന വിദ്യാർത്ഥി മുതൽ 70 അല്ലെങ്കിൽ 72 75 വയസ്സുള്ള ആളുകൾ വരെയുള്ളവരാണ് ഈ 7 ടീമുകളിൽ അണിനിരുന്നത്. ഇത്തരം കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടതുണ്ട്, ഇതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ മാപ്പിള ദൃശ്യകലാസമിതി നടത്തിയ ഈ ഒരു മത്സരം അവരുടെ സുഹൃത്തൊക്കെയായിരുന്ന അഫ്സലിന്റെ ഓർമ്മക്കായിട്ടാണ് ഈ ഒരു മത്സരം നടത്തിയത്. സ്വാഭാവികമായും ആ ഒരു അവരുടെ ഓർമ്മയെ ഞങ്ങൾ ഇവിടെ അനുവദിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും നല്ല മത്സരമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് നന്നായിട്ട് പാടി എല്ലാവരും. ഒരു കോൽക്കളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കോലടക്കത്തിന്റെ അതോടൊപ്പം തന്നെ പാട്ടുകൾ പരമാവധി എല്ലാവരും മാപ്പിള തനിമയുള്ള പാട്ടുകളാണ് സെലക്ട് ചെയ്തത് എന്നതും അഭിനന്ദനാർഹമാണ്. ഒരു നല്ല കയ്യടി കൊടുക്കാം. ഏതായാലും എത്ര നന്നായി കളിച്ചാലും നമുക്ക് ഒരു ടീമിന് ഫസ്റ്റ് കൊടുക്കാൻ സാധിക്കും. 1, 2, 3 സ്ഥാനങ്ങളാണ് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തും ഞാൻ കണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകനാണ്. എൻ്റെ സീനിയർ കൂടിയായ ആ സ്കൂൾ അധ്യാപകൻ പ്രിയപ്പെട്ട അബൂബക്കർ മാഷ് അതിന് റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധനം ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. വളരെ മനോഹരമായ ദൃശ്യവിരുന്നാണ് ഇവിടെ നമ്മൾ കണ്ടത്. മാപ്പിള കലയിലെ ഏറ്റവും എനർജറ്റിക്കായ ഒരു കളിയാണ് കോൽക്കളി. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നുള്ള പാട്ടാണ്. പാട്ട് നല്ല മനോഹരമായി ശ്രുതി, ലയം, താളം ചേർത്ത് പാടുകയും അതനുസരിച്ച് കോലടക്കത്തോടുകൂടി താളം നഷ്ടപ്പെടാതെ കളിക്കുകയും ചെയ്യുമ്പോഴാണ് കോലുകളി ഏറ്റവും മികച്ചതായി മാറുക. ഇവിടെ പങ്കെടുത്ത ടീമുകളെല്ലാം തന്നെ വളരെ മനോഹരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ നിസ്സാര പോയിന്റുകൾ വ്യത്യാസത്തിലാണ് ഫസ്റ്റ് സെക്കൻഡൊക്കെ മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങളിവിടെ വളരെ ചർച്ചയിലൂടെയാണ് നമ്മളത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്. ഇതിൽ ഫസ്റ്റ് പ്രൈസ് 169 പോയിന്റോടുകൂടി ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയിട്ടുള്ള കോഡ് നമ്പർ 16. സെക്കൻഡ് പ്രൈസ് നേടിയിട്ടുള്ളത് 164 പോയിന്റോടുകൂടി കോഡ് നമ്പർ 17. തേർഡ് പ്രൈസ് നേടിയിട്ടുള്ളത് 161 പോയിന്റോടുകൂടി കോഡ് നമ്പർ 13. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും പറഞ്ഞു. ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് ചെസ് നമ്പർ 14 ബിസ്മി കലാവേദി തൃക്കാക്കര. നല്ലൊരു കയ്യടി കൊടുക്കാം. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ബിസ്മി കലാവേദി തൃക്കാക്കര. മാപ്പിള ദൃശ്യകലാസമിതി അണിയിച്ചൊരുക്കിയ അഫ്സൽ മെമ്മോറിയൽ അഖില കേരള കോൽക്കളി മത്സരത്തിന്റെ 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ബിസ്മി കലാവേദി തൃക്കാക്കര. 2ാം സമ്മാനം ചെസ് നമ്പർ 17 അബാബിൽ എഴുപ്പുറം. സെക്കൻഡ് പ്രൈസ് കരസ്ഥമായിരിക്കുന്നത് അബാബിൽ എഴുപ്പുറം. തേർഡ് പ്രൈസ് കരസ്ഥമാക്കിയ ചെസ് നമ്പർ 13 സിറാജുൽ ഹുദ കോമ്പാറ. മാപ്പിള ദൃശ്യകലാസമിതി അഖില കേരള അഫ്സൽ മെമ്മോറിയൽ കോൽക്കളി മത്സരത്തിന്റെ അഫ്സൽ മെമ്മോറിയൽ അവാർഡ് ട്രോഫി 1ാം സമ്മാനം കരസ്ഥമാക്കിയ ബിസ്മി കലാവേദി തൃക്കാക്കര. 2ാം സമ്മാനം കരസ്ഥമാക്കിയ അബാബിൽ എഴുപ്പുറം. 3ാം സമ്മാനം കരസ്ഥമാക്കിയ സിറാജുൽ ഹുദ കോമ്പാറ. താങ്ക് യു.